ഓം നമോ ഭഗവതേ വാസുദേവായ. മുപ്പത്തിയേഴാം ദശകത്തിൽ ദശമസ്കന്ധം ആരംഭിക്കുകയാണ്. ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. ദുർജനങ്ങളുടെ ഭാരനിമിത്തം ഭൂമിദേവി അതിദീനയായിട്ട് ബ്രഹ്മാവിനോട് സങ്കടം പറയുന്നു. ബ്രഹ്മാവിനോട് ദേവന്മാരും എല്ലാവരും സങ്കടം പറയുകയായിരുന്നു ഇതിനെ പറ്റിയിട്ട്. അവരെല്ലാവരും കൂടി ശ്രീ പരമേശ്വരനെയും കൂട്ടി പാലാഴിയുടെ അരികെ ചെന്നിട്ട് വിഷ്ണു ഭഗവാനെ സ്തുതിക്കുകയാണ്. മഹാവിഷ്ണു ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞതായിട്ട് തോന്നി ബ്രഹ്മാവ് പറയുകയാണ്, യാദവ കുലത്തിൽ ഞാൻ ദേവകീദേവിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രനായിട്ട് ജനിക്കും. ആ സമയത്ത് ദേവന്മാരെല്ലാവരും ഗോപന്മാരായിട്ടും ദേവസ്ത്രീകൾ ഗോപികളായിട്ടുമൊക്കെ അവതരിക്കണം, ജന്മമെടുക്കണം. ഇങ്ങനെ പറഞ്ഞ് ഭൂമിദേവിക്കും ദേവന്മാർക്കും എല്ലാവർക്കും സന്തോഷം ലഭിക്കുമാറ് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിക്കാനായി തയ്യാറെടുത്തു. ഉഗ്രസേന പുത്രിയായ ദേവകിയെ ശൂരസേന പുത്രനായ വസുദേവൻ വിവാഹം ചെയ്യുന്നു. ദേവകിയുടെ ജ്യേഷ്ഠനായ കംസനാണ് വിവാഹം കഴിഞ്ഞ് അവരുടെ കൊട്ടാരത്തിലേക്ക് സ്വയം തേരാളിയായിട്ട് കൊണ്ടുപോകുന്നു. ആ സമയത്ത് ആകാശത്തുനിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്, എടാ ദുഷ്ട കംസ, ഈ ദേവകീദേവിയുടെ എട്ടാമത്തെ ഗർഭത്തിലുണ്ടാവുന്ന പുത്രൻ നിൻ്റെ അന്തകനാണ് എന്ന് അശരീരി കേട്ടപ്പോൾ കംസൻ ദേവകിയോടുള്ള സ്നേഹമൊക്കെ മറന്ന് ദേവകീദേവിയുടെ മുടി ചുറ്റിപ്പിടിച്ച് വാളുകൊണ്ട് വെട്ടാനോങ്ങുകയാണ്. വസുദേവരാകട്ടെ പലവിധ ഉപായങ്ങളും പ്രയോഗിച്ചു സംസാരിച്ചു നോക്കി. കംസൻ വഴങ്ങുന്നില്ലെന്ന് കണ്ട് അദ്ദേഹം പറഞ്ഞു, ദേവകിക്കുണ്ടാവുന്ന എട്ടാമത്തെ അല്ല, എല്ലാ പുത്രന്മാരെയും ഞാൻ അങ്ങയ്ക്ക് കൊല്ലാനായി തരാം, ദേവകിയെ വെറുതെ വിടൂ. അങ്ങനെ പറഞ്ഞ് കംസൻ ദേവകിയെ വെറുതെ വിട്ടുന്നു. അങ്ങനെ വസുദേവര് ദേവകിക്ക് ആദ്യ ഗർഭത്തിലുണ്ടായ പുത്രനായിട്ട് കംസൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ കംസന് ദയ തോന്നി. ഇതിനെ വേണ്ട, എട്ടാമത്തെ പുത്രനെ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ ഇരിക്കെ ദേവകി ഓരോ കുട്ടികളെയായിട്ട് പ്രസവിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ശ്രീനാരദ മഹർഷി ഏഷണിയായിട്ട് വന്ന് കംസനോട് പറയുകയാണ്, ഭഗവാൻ എട്ടാമത്തെ പുത്രനായിട്ട് ജനിക്കുമെന്ന് പറഞ്ഞാൽ അവസാനത്ത് നിന്ന് ഇങ്ങോട്ടും എണ്ണ ആദ്യത്തിൽ നിന്ന് അങ്ങോട്ടും എണ്ണ ഒക്കെ ചെയ്താൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് കംസനാകെ സംഭ്രാന്തനാക്കിക്കൊണ്ട് പോയി. കംസനാകട്ടെ ദേവകിയുടെ ജനിച്ച എല്ലാ പുത്രന്മാരെയും വധിച്ചു കളഞ്ഞു. അതിനിടയിൽ ദേവകിയുടെ ഏഴാമത്തെ ഗർഭത്തിലിരിക്കുന്ന അതിശേഷമൂർത്തിയ നന്ദഗോപരുടെ വസുദേവരുടെ യശോദയുടെ രോഹിണിയുടെ വസുദേവരുടെ വേറെ ഒരു ഭാര്യയായ രോഹിണിയുടെ
ഗർഭത്തിലേക്ക് മാറ്റുകയും ഭഗവാൻ ദേവകീദേവിയുടെ ഗർഭത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇത്രയുമാണ്. അതേസമയം എല്ലാവരെയും കാക്കുന്ന ഈശ്വര, എന്നെയും കാത്തുരക്ഷിക്കണമേ എന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറയുകയാണ്. സാന്ദ്രാനന്ദതനോഹരേ നനുപുരാ ദേവാസുരേ സങ്കരേ തുൽകൃത്താപി കർമ്മശേഷവശതോ യേതേന യാതാഗതിം തേഷാം ഭൂതലജന്മനാം തിഥിഭുവാം ഭാരേണ ദൂരാർദ്ധിതാ ഭൂമിപ്രാപ വിരിഞ്ചമാശ്രിതപദം ദേവൈഃ പുരൈവാഗതൈഃ. ഹാ ഹാ ദുർജനഭൂരിഭാരമധിതാം പാഥോ നിധൗ പാദുകാം യേതാം പാലയ ഹന്ത മേ വിവശതാം സംപൃച്ഛദേവാൻ ഇമാൻ ഇത്യാദി പ്രചുരപ്രലാപവിവശാം ആലോക്യ ധാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോദധ്യൗ ഭവന്തം ഹരേ. ഊചേചാംബുജഭൂരമൂനൈസുരാः സത്യം ധരിത്ര്യാ വചോം നന്വസ്യാ ഭവതാഞ്ചരക്ഷണവിധൗ ദക്ഷോ ഹി ലക്ഷ്മീപതിം സർവേ ശർവപുരസ്സരാ വയമിതോ ഗത്വാ പയോവാരിധിം നത്വാ തം സ്തുമഹേ ജവാദിതിയയുസ്സാകം തവാകേതനം. തേ മുഗ്ധാനിലശാലിദുഗ്ധജലധേ സ്ഥിരം ഗതാ സംഗതാം യാവത്വൽപദചിന്തനൈകമനസ്താവത്സപാധോജഭൂ ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാനന്ദയന്നൂചിവാന്നാഖ്യാത പരമാത്മനാ സ്വയമഹം വാക്യം തദാ കർണ്യതാം. ജാനേ ദീനദശാമഹം ദിവിഷതാം ഭൂമേശ്ച ഭീമൈർനൃപൈഃ സ്ഥൽക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മനാം. ദേവാ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംശനാശ്ചാവനോ മത്സ്യേവാർത്ഥമിതി തുദീയവചനം പാധോജഭൂരുചിവാൻ. ശ്രുത്വാ കർണരസായനം തവ വചം സർവേഷു നിർവാപിതസ്വാന്ദേശീശ ഗതേഷു താവക കൃപാപീയൂഷതൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവൽ സാന്നിധ്യപുണ്യോത്തരേ. ധന്യാം ദേവകനന്ദനാമുദവഹരാജാസ ശൂരാത്മജ.
ദ്വാഹാവസിതോ തദീയ സഹജ കംസോധ സമ്മാനയന്നേതോ സൂതതയാഗത പഥിരഥേ വ്യോമോത്ഥയാ ത്വൽഗിരാം അസ്യാസ്ത്വാം അതിദുഷ്ട അഷ്ടമസുതേ സുതോ ഹന്തേതി ഹന്തേരിത സന്ത്രാസാൽ സതു ഹന്തും അന്തിഗഗതാം തന്നീം കൃപാണീമധാൽ ഗൃഹാനശ്ചികുരേഷു താം ഖലമതിശൗരേശ്ചിരം സാന്ത്വനേർന്നോ മുഞ്ചൻ പുനരാത്മജാർപ്പണഗിരാ പ്രീതോധയാതോ ഗൃഹാൻ ആദ്യം ത്വൽസഹജം തഥാർപ്പിതം അപി സ്നേഹേന നാഹന്നസോ ദുഷ്ടാനാം അപി ദേവാ പുഷ്ടകരുണാ ദൃഷ്ടാ ഹി ധീരേ കദാ താവത്വന്മനസൈവ നാരദമുനി പ്രോചേ സ ഭോജേശ്വരം യൂയം നന്വസുരാः സുരാശ്ച യദവോ ജാനാസി കിം ന പ്രഭോ മായാവീ സ ഹരിർഭവദ്വഥ കൃതേ ഭാവീ സുരപ്രാർത്ഥനാദിത്യാകർണ്യ യദൂനദൂധൂനദസൗ ശൗര്യേശ്ച സൂനൂനഹൻ പ്രാപ്തേ സപ്തമഗർഭതാമഹിപതോ ത്വൽപ്രേരണാന്മായയാ നീതേ മാധവ രോഹിണീം ത്വമപി ഭോ സച്ചിൽ സുഖൈകാത്മക ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനസുരൈഃ സത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തീം പരാം ദേഹി മേ. 37-ാം ദശകം സമാപ്തം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.